വെറും 2018 മാത്രം സ്ഥാപിതമായ ഒരു ക്ലബ്ബാണ് ഇന്റർ മിയാമി. അവിടേക്കാണ് ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരം, അല്ലെങ്കിൽ ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരം, ക്ലബ്ബ് ഫുട്ബോളിലും രാജ്യാന്തര ഫുട്ബോളിലും സർവ്വതും വെട്ടിപ്പിടിച്ച് ആ ഒരു കുഞ്ഞൻ ക്ലബിലേക്ക് ചേക്കേറുന്നത്. പലരും വിചാരിച്ചത് അയാളുടെ നല്ല കാലം കഴിഞ്ഞെന്നായിരുന്നു. അയാൾ അവിടം ജീവിതം ആസ്വദിക്കാനാണ് പോയത്, ഫുട്ബോൾ ആസ്വദിക്കാനല്ല എന്നിങ്ങനെ പലരും പല മാധ്യമങ്ങളും വിധിയെഴുതി. എന്നാൽ അവിടം സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. വരും കാലങ്ങളിൽ ഫുട്ബോൾ ചരിത്രങ്ങളിൽ ഇടം നേടാവുന്ന ഒരു ചരിത്ര കഥ. അക്ഷരാർത്ഥത്തിൽ അയാൾ ആ കുഞ്ഞൻ ടീമിനെ ഒറ്റയ്ക്ക് പട നയിച്ച് രക്ഷിക്കുന്ന കാഴ്ച. അമേരിക്ക എന്നാൽ സൂപ്പർ ഹീറോകളുടെ നാടാണ്. അവിടേക്കാണ് ഇന്റർ മിയാമി എന്ന ക്ലബിലേക്ക് ഒരു സൂപ്പർ നായകൻ ഒരു രക്ഷകന്റെ വേഷത്തിൽ വരുന്നത്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ കൂടുതൽ പറയേണ്ടതില്ലല്ലോ. അതുവരെ ആ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രോഫി പോലുമില്ലായിരുന്നു. ട്രോഫി പോയിട്ട് പറയത്തക്ക നേട്ടങ്ങളൊന്നുമില്ലായിരുന്നു. വെറും ലീഗ് ടേബിളിൽ അവസാന സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്ന ഒരു ചെറിയ ടീം മാത്രമായിരുന്നു. എന്നാൽ മെസ്സി വന്നതോടെ ടീമിൻ്റെ മെൻറ്റാലിറ്റി മാറുന്നു, സഹതാരങ്ങളുടെ മെൻറ്റാലിറ്റി മാറുന്നു. ക്ലബിന് അതുവരെ നേടാൻ പറ്റാത്തതെല്ലാം അയാളിലൂടെ അവർ നേടിയെടുക്കുന്നു. ഇന്നിതാ ഇവിടം വരെ എത്തി നിൽക്കുമ്പോൾ ഇന്റർ മിയാമിയുടെ ചരിത്രത്തിൽ ആദ്യമായി കോൺഫറൻസ് കപ്പ് വരെ നേടിയിരിക്കുന്നു. ഇന്നിതാ ഫൈനൽ വരെ എത്തിയിരിക്കുന്നു. ഇന്റർ മിയാമിയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ അവരിതുവരെ MLS ചാമ്പ്യൻ കപ്പ് നേടിയിട്ടില്ല. കപ്പ് പോയിട്ട് അവിടെ ഫൈനലിൽ പോലും അവർ ഇതുവരെ എത്തിയിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമായാണ് അവർ ഫൈനലിൽ എത്തുന്നത്. ഫൈനലിൽ എതിരാളികളായിട്ടുള്ളത് ഒരിക്കൽ ബയൺ മൂണിക്കിനടക്കി ഭരിച്ച തോമസ് മുള്ളറിന്റെ വാൻകൂവറാണ്. അങ്ങനെ മത്സരത്തിന് വേണ്ടി രണ്ട് ടീമുകളും തയ്യാറെടുക്കുന്നു. ലയണൽ മെസ്സിയും ഡീപോളും അലണ്ടയും ജോർദി ആൽബയും ബുസ്കറ്റ്സും അടങ്ങിയ ഇന്റർ മിയാമി ചരിത്രം സൃഷ്ടിക്കാൻ തയ്യാറായി വരികയാണ്. അങ്ങനെ മത്സരത്തിന് കിക്ക് ഓഫ് ആകുന്നു. മത്സരത്തിന്റെ 8-ാം മിനിറ്റിൽ ലയണൽ മെസ്സി മധ്യനിരയിൽ നിന്ന് രണ്ടുപേരുടെ ഇടയിലൂടെ ബോളുമായി മുന്നേറി അവസാനം തന്റെ സഹതാരത്തിന് പാസ് നൽകുന്നു. എന്നാൽ അയാൾ അലണ്ടയിലേക്ക് ഒരു പാസ് നൽകുന്നു. അലണ്ട തൻ്റെ സപ്പോർട്ടിങ്ങിനായി വന്ന താരത്തിന് പാസ് നൽകിയതാണെങ്കിലും പന്ത് എതിർ ഡിഫൻഡറുടെ കാലിൽ തട്ടി വലയിൽ പതിക്കുന്നു. മിയാമി ഒരു ഗോൾ നേടുകയാണ്. മത്സരത്തിൻ്റെ ആദ്യ 10 മിനിറ്റിൽ തന്നെ ഈ ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ ഇന്റർ മിയാമി വാൻകൂവറിനെതിരെ ലീഡിൽ എത്തുകയാണ്. എന്നാൽ മത്സരത്തിൻ്റെ 64-ാം മിനിറ്റിൽ ഇന്റർ മിയാമി ആരാധകരുടെ പ്രതീക്ഷകളെ തച്ചെടുക്കും വിധം വാൻകൂവർ അഹമ്മദിലൂടെ ഗോൾ മടക്കിയടിക്കുന്നു. എന്നാൽ മത്സരത്തിന്റെ 71-ാം മിനിറ്റിൽ എതിർ താരത്തിന്റെ കയ്യിൽ നിന്നും പന്ത് റാഞ്ചിയെടുത്ത് ലയണൽ മെസ്സി ഡീപോളിനെ ലക്ഷ്യമാക്കി ഒരു പാസ് നൽകുന്നു. പന്ത് സ്വീകരിച്ച ഡീപോൾ പോസ്റ്റിലേക്ക് ഫിനിഷ് ചെയ്യുന്നു. വാട്ട് എ ഗോൾ! ഇന്റർ മിയാമി വീണ്ടും മുന്നിലെത്തുകയാണ്. അതും ഒരു അർജന്റീനിയൻ ടച്ച് ഗോളിലൂടെ. ഇപ്പോൾ അർജന്റീനക്കാരനായ ലയണൽ മെസ്സിയും റോഡ്രിഗോ ഡീപോളുമാണ് ഈ ഗോളിനുള്ള കാരണക്കാർ. രണ്ടുപേരും നിലവിൽ അർജന്റീന നാഷണൽ ടീമിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങളാണ്. ഇന്നിതാ ആ രണ്ടുപേരും മികച്ചൊരു ഫ്രണ്ട്ഷിപ്പിലൂടെ ആ ഗോളും നേടിയിരിക്കുന്നു. അങ്ങനെ ആ ഗോൾ നിലയോടെ മത്സരത്തിൻ്റെ റെഗുലർ ടൈമും അവസാനിക്കുകയാണ്. ഇഞ്ചുറി ടൈമായി അനുവദിച്ചിരിക്കുന്നത് 7 മിനിറ്റാണ്. എന്നാൽ മത്സരത്തിൻ്റെ ഇഞ്ചുറി ടൈമിൽ മധ്യനിരയിൽ നിന്നും വന്ന ലോങ് ബോൾ മെസ്സി തൻ്റെ ചെസ്റ്റിൽ ട്രാപ്പ് ചെയ്തുകൊണ്ട് പന്ത് നിലത്ത് പതിക്കും മുമ്പ് തന്നെ അലണ്ടയെ ലക്ഷ്യമാക്കിക്കൊണ്ട് വാൻകൂവർ ഡിഫൻഡറുടെ തലക്ക് മുകളിലൂടെ പന്തെത്തിക്കുന്നു. പന്ത് സ്വീകരിച്ച അലണ്ടയെ ഗോൾ കീപ്പറെയും കബളിപ്പിച്ചുകൊണ്ട് വല കുലുക്കുന്നു. അതെ, അവിടം ചരിത്രം കുറിക്കുകയാണ്. ജോർദി ആൽബെ മൈതാനത്ത് കിടന്ന് പൊട്ടിക്കരയുന്നു. കോച്ച് മഷറാനോ അതിരുവിട്ടാഘോഷിക്കുന്നു. ലയണൽ മെസ്സിയും ഡീപോളും തുടങ്ങിയ മറ്റ് സഹതാരങ്ങൾ പതിവിനും വിപരീതമായി ആഘോഷിക്കുന്നു. കാരണം ചരിത്രം പിറക്കുവല്ലേ, എങ്ങനെ ആഘോഷിക്കാതിരിക്കും? അതെ, ലയണൽ മെസ്സിയും കൂട്ടരും ആദ്യമായി ആ കിരീടം നേടാൻ ഒരുങ്ങുകയാണ്. ഡഗൌട്ടും ആരാധകരും താരങ്ങളുമെല്ലാം ആ ഒരു ഫൈനൽ വിസിലിക്കായി കാത്തിരിക്കുന്നു. ഒടുവിൽ റഫറി ഫൈനൽ വിസിൽ മുഴക്കുകയാണ്. ചരിത്രം തിരുത്തുകയാണ്. കാലമത്ര കഴിഞ്ഞാലും എല്ലാവരും പാടിപ്പുകയത്തുന്ന ഒരു ചരിത്ര കഥ. അതെ, ഇന്റർ മിയാമി MLS കപ്പ് ചാമ്പ്യന്മാരായിരിക്കുന്നു. അതും ലയണൽ മെസ്സി എന്ന ലോകം കണ്ട എക്കാലത്തെയും മികച്ച താരത്തിൻ്റെ കയ്യൊപ്പിലൂടെ.
മെസ്സിയുടെ 2 കിടിലൻ അസിസ്റ്റ് തന്നെയാണ് ഈ മത്സരത്തിന്റെ വിധി നിർണയിച്ചത്. മെസ്സി വരും മുമ്പേ ഇന്റർ മിയാമി മര്യാദക്കൊരു കളി പോലും ജയിക്കുമായിരുന്നില്ല. അവരിന്ന് ചരിത്രത്തിൽ ആദ്യമായി MLS കപ്പ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഫൈനലിൽ ഇരട്ട അസിസ്റ്റുമായി മെസ്സി ഹീറോ ആവുകയും ചെയ്തിരിക്കുന്നു. MLS സൈൻ ചെയ്തപ്പോൾ തോമസ് മുള്ളർ പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്: ഞാൻ ഇവിടെ എത്തി, ഇവിടെയും നിന്നെ ഞാൻ വേട്ടയാടും. മെസ്സിയെ ഉദ്ദേശിച്ചാണ് തോമസ് മുള്ളർ ഈ വാക്കുകൾ പറഞ്ഞത്. 2 അസിസ്റ്റുകൾ നൽകി ഫൈനലിൽ ലയണൽ മെസ്സി കളം നിറഞ്ഞാടിയപ്പോൾ MLS ചരിത്രത്തിൽ ആദ്യമായി ഇന്റർ മിയാമി കിരീടം ചൂടുകയായിരുന്നു. തോമസ് മുള്ളറിന് കാര്യമായൊന്നും മത്സരത്തിൽ ചെയ്യാൻ സാധിച്ചില്ല. ഒരു നഗരത്തിൻ്റെയും ഒരു ക്ലബിൻ്റെയും ജീവിതത്തിൽ ചിലപ്പോൾ അപ്രതീക്ഷിതമായി ഒരു പ്രകാശരേഖ പതിക്കുന്നു. വർഷങ്ങളോളം ഇരുണ്ടുറഞ്ഞ വഴികളിലൂടെ തപ്പിത്തടഞ്ഞു നടന്ന് ഒരിക്കൽ നക്ഷത്രങ്ങൾ തൊടുമെന്ന് സ്വപ്നം പോലും കാണാത്തവർക്ക് അങ്ങനെ ഒരു നിമിഷം ജീവിതം പൂർണ്ണമായും മാറ്റിമറിക്കും. ഇന്റർ മിയാമി എന്ന പുത്തൻ MLS ക്ലബിന് അത്തരമൊരു നാൾ വന്നത് 2023 ജൂൺ മാസത്തിലാണ്. ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഫുട്ബോൾ പ്രതിഭയായ ലയണൽ മെസ്സി അവരുടെ വാതിൽക്കൽ എത്തിച്ചേരുന്ന ആ നാൾ. ഇന്റർ മിയാമി എന്നത് ഡേവിഡ് ബെക്കാമിൻ്റെ സ്വപ്നത്തിൽ ജനിച്ച ഒരു കുഞ്ഞൻ ക്ലബ്ബായിരുന്നു. സമയക്ഷാമവും എല്ലാം കൂടി മിയാമിയെ ലീഗിൻ്റെ അടിത്തട്ടിലേക്ക് തള്ളിക്കളഞ്ഞു. 2020 മുതൽ 22 വരെ ഈ ക്ലബ്ബ് സ്ഥിരതയില്ലാത്ത നാളുകളിലൂടെയാണ് കടന്നുപോയത്. തോൽവികളുടെ എണ്ണം ദിനപ്രതി ഉയർന്നു. ഗോളുകളുടെ ക്ഷാമം, പ്രതിരോധത്തിലെ പിഴവുകൾ, മിഡ്ഫീൽഡിൽ ഒരു ക്രിയേറ്ററുടെ അഭാവം. മിയാമി ഒരു ക്ലബ്ബ് എന്നതിനേക്കാൾ ഒരു പുനർനിർമ്മാണം ആവശ്യമുള്ള ഒരു പ്രൊജക്റ്റ് എന്നായിരുന്നു പലരുടെയും കണക്ക്. സ്റ്റേഡിയത്തിലേക്ക് വരുന്ന ആരാധകരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരുന്നു. ടീം എന്തിനു വേണ്ടി കളിക്കുന്നു എന്ന ചോദ്യം പോലും ആരാധകരിൽ നിന്ന് പലരും കേൾക്കാനിടയായി. 2023 സീസണിൻ്റെ ആരംഭം മിയാമിക്ക് ചരിത്രത്തിലെ ഏറ്റവും മോശമായ സീസണായിരുന്നു. ആദ്യ 11 മത്സരങ്ങളിൽ 10 തോൽവികൾ, പിന്നീട് മാനേജറുടെ രാജി, കളിക്കാരുടെ ആത്മവിശ്വാസമില്ലായ്മ. ഓരോ തിങ്കളാഴ്ചയും മിയാമിയിലെ വാർത്തകൾ ഒരേ വാചകത്തോടെ പറഞ്ഞുകൊണ്ടേയിരുന്നു: ഇന്റർ മിയാമി സിങ്കിങ് ഡീപ്പർ. ക്ലബിൻ്റെ ഭാവി എവിടേക്കാണ് പോകുന്നതെന്ന് ആർക്കും പറയാനാകാത്ത ഒരവസ്ഥയായിരുന്നു. എന്നാൽ അതായിരുന്നു കഥയുടെ അടിത്തറ. അതാണ് താഴിഭാഗം. അവിടെ നിന്നാണ് ഉയർച്ചക്കർഹമായ ഉദയരാഷ്ട്രങ്ങൾ പിറക്കുന്നത്. 2023 ജൂൺ മാസം ലോകം മുഴുവൻ ആ വാർത്തയിലേക്ക് കണ്ണുകൾ വലിച്ചു നീട്ടി. അതെ, ലയണൽ മെസ്സി ജോയിൻ ഇന്ത്യ. ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരം യൂറോപ്പിൽ തുടരാനോ സൗദിയിലേക്ക് കൂടുമാറാനോ അല്ല ശ്രമിച്ചത്. അമേരിക്കയിലെ ഒരു കുഞ്ഞു ക്ലബിലേക്ക് വരാനാണ് അവൻ ആഗ്രഹിച്ചത്. എന്നാൽ ആ ക്ലബ്ബ് അതുവരെ കിരീടമോ ചരിത്രമോ പറയത്തക്ക നേട്ടങ്ങളൊന്നും നേടാത്ത ഒരു ക്ലബ്ബായിരുന്നു. എന്നാൽ അവൻ്റെ വരവ് വെറുമൊരു ട്രാൻസ്ഫറലായിരുന്നു. അതൊരു വിപ്ലവമായിരുന്നു. ഒരു നഗരം ശ്വാസം മുട്ടി കാത്തിരിക്കുന്ന ഒരു വിപ്ലവം, ഒരു പുനർജന്മം. മെസ്സി വന്നതിനു ശേഷം സ്റ്റേഡിയം ടിക്കറ്റുകൾ മണിക്കൂറുകൾക്കുള്ളിൽ വിറ്റുമടങ്ങി. ലോകമെമ്പാടും വൻ കച്ചവടമായി. മിയാമി നഗരത്തിലെ ഓരോ ചുമരും പിങ്ക് നിറത്തിൽ തിളങ്ങി. മെസ്സി ഒപ്പുവെച്ചത് വെറുമൊരു കരാറിൽ മാത്രമല്ലായിരുന്നു. മെസ്സി ഇന്റർ മിയാമിയുടെ ഹൃദയത്തിലാണ് ഒപ്പുവെച്ചത്. മെസ്സി ഇന്റർ മിയാമിക്കായി കളിച്ച ആദ്യ മത്സരം തന്നെ ഒരു സിനിമയുടെ ക്ലൈമാക്സ് പോലെ ഒരു ഫ്രീ കിക്ക് ഗോളിലൂടെയായിരുന്നു തുടങ്ങിയത്. അന്ന് മുതൽ മിയാമിയുടെ ചരിത്രം 2 ഭാഗമായി. ഒന്ന് ബിഫോർ മെസ്സി, ഒന്ന് ആഫ്റ്റർ മെസ്സി. അതെ, അവൻ്റെ വരവോടുകൂടി ടീമിൻ്റെ പരിവർത്തനമാണ് പിന്നീട് കണ്ടത്. ബാർസലോണ, PSG, അർജന്റീന എന്നീ ടീമുകൾക്ക് വേണ്ടി കാഴ്ചവെച്ച അതേ പ്രകടനം തന്നെയാണ് അമേരിക്കയിലും അയാൾ തുടങ്ങിവെച്ചത്. പിന്നീട് ഇന്റർ മിയാമി കിരീടങ്ങൾ നേടിത്തുടങ്ങി. അതുവരെ ഇന്റർ മിയാമി ലീഗിൽ ഏറ്റവും അവസാന സ്ഥാനത്തായിരുന്നു ഫിനിഷ് ചെയ്തത്. മെസ്സി വന്നതിന് ശേഷം പ്ലേ ഓഫിൽ വരെ അവർ കയറാൻ തുടങ്ങി. ഒരിക്കൽ ശൂന്യമായിരുന്ന സ്റ്റേഡിയങ്ങൾ നിറഞ്ഞു തുടങ്ങി. അവരുടെ ചെറിയ പിങ്ക് ജേഴ്സി ഇന്നൊരു ഗ്ലോബൽ ബ്രാൻഡായി മാറിയിരിക്കുന്നു. ഒരിക്കൽ തകർച്ചയുടെ വക്കിലായിരുന്ന ക്ലബ്ബ് ഇന്ന് MLS-ലെ എല്ലാവരും പേടിക്കുന്ന ഒരു ക്ലബ്ബായി മാറിയിരിക്കുന്നു. ഈ കഥ ഇന്റർ മിയാമിയുടെ മാത്രം കഥയല്ല. ഇത് ഒരു കലാകാരൻ്റെ, ഒരു നേതാവിൻ്റെ, ഒരു മൗന സേനാനിയുടെ കഥയാണ്. മെസ്സി ആ ക്ലബിനെ രക്ഷിച്ചത് ഗോളടിച്ചുകൊണ്ട് മാത്രമല്ല,
അവൻ അവരുടെ ആത്മാവിനെ തിരികെ നൽകിയത് കൊണ്ടായിരുന്നു. അവൻ അവരുടെ കണ്ണുകളിൽ വീണ്ടും സ്വപ്നങ്ങൾ വെച്ചത് കൊണ്ടായിരുന്നു. അവൻ ആ നഗരത്തെ ജീവിപ്പിച്ചത് കൊണ്ടായിരുന്നു. MLS-ൽ ഒരിക്കലാരും വില കൽപ്പിക്കപ്പെടാത്ത ഇന്റർ മിയാമി എന്ന ക്ലബിനെ ഇന്ന് അതേ ലീഗിൽ എല്ലാവരും ഭയപ്പെടുന്ന ഒരു ടീമായി മാറിയിരിക്കുന്നു. മെസ്സിയും ഇന്റർ മിയാമിയും ചേർന്ന് എഴുതുന്ന ഈ അധ്യായം തുടങ്ങിയിട്ടേയുള്ളൂ. ഇനിയും കിരീടങ്ങൾ, ഇനിയും റെക്കോർഡുകൾ, ഇനിയും ജന്മം കെട്ട കഥകൾ ഈ ക്ലബിനെയും ആ നഗരത്തെയും കാത്തിരിക്കും.